എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? ഒന്നുമില്ല, സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അതും ഈ ഉച്ചനേരത്ത്? ഒരു സിനിമയ്ക്ക്. ഏത് സിനിമയാ? ഏത് സിനിമ? ഹിന്ദിയാ, ഫാമിലി സ്റ്റോറി. നല്ല പടമാണെന്ന് ഏട്ടൻ പറഞ്ഞത്. നന്നായി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഔട്ടിങ് നല്ലതാ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ വന്നേനെ. ഗിരി, വല്യമ്മ വിളിക്കേ, ഇവരിറങ്ങുന്നു പറ. വേണ്ട, അമ്മ ഉറക്കമല്ലേ, ഉറങ്ങട്ടെ. അമ്മയുടെ മുഖം കണ്ട് ഇറങ്ങാൻ വയ്യ. ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതൊന്നും വേണ്ട, അവിടെ ചെന്നിട്ടെടുക്കാം. ഏട്ടൻ സ്റ്റാറല്ലേ, എപ്പോ ചെന്നാലും ടിക്കറ്റ് കിട്ടും. ഗിരി, ഇനി അഭിനയം വേണ്ട. അഭിനയല്ല, സത്യം. എന്റെ മനസ്സിലിപ്പോ സങ്കടം മാത്രമേ ഉള്ളൂ. നുണ, ഞാനിത് വിശ്വസിക്കില്ല. തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എനിക്കറിയാം എൻ്റെ സത്യം, എൻ്റെ ബോധ്യം. വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ എന്റെ മുഖം മാഞ്ഞു പോവും, ഒരു മഴക്കാർ മാഞ്ഞു പോകുന്ന പോലെ. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വേദ വന്നേക്കാം, വരാതിരിക്കാം. പക്ഷെ നീ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. നിനക്കറിയാം ഞാൻ എന്തുമാത്രം നിന്നെ വെറുത്തിരുന്നു എന്നാ. നീ മരിച്ചു കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ ദുരന്തം അതൊന്ന് വേഗം നടന്നിരുന്നെങ്കിലെന്ന് എത്ര തവണയാണ് ഞാൻ ചിന്തിച്ചത്. അമ്മേ, മാറി നിൽക്ക്. കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. ഞാൻ കൊച്ചുകുട്ടി തന്നെയാ, അമ്മയുടെ കൊച്ചുകുട്ടി. എന്റെ അമ്മ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നീലിന്റെ കാര്യമല്ലേ അറിഞ്ഞു. അച്ഛൻ വിളിച്ചു കാണും മംഗലാപുരത്തുനിന്ന്. അച്ഛൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നേ? അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു അച്ഛൻ? അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല, ആശുപത്രിയിലാണെന്ന് മാത്രം പറഞ്ഞു. എന്നാ കേട്ടോ, ICUല. രക്ഷപ്പെടാൻ തീരെ സാധ്യതയില്ലെന്ന് അറിയാൻ കഴിഞ്ഞ. ഏത് നിമിഷവും നമുക്ക് ആ വാർത്ത പ്രതീക്ഷിക്കാം. കഷ്ടം. എന്ത് കഷ്ടം? ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കൂ. എന്നെ ഒരിക്കൽ ചതിച്ചതല്ലേ, അതിന്റെ തിരിച്ചടി കിട്ടും. അത് നീ പറയരുത്. അയാൾ നിന്നെ ആലോചിച്ചപ്പോ ഒഴിഞ്ഞു മാറിയത് നീയല്ലേ? 1 വർഷത്തിനിടയിൽ ഭാര്യ മരിക്കുമെന്ന് അയാളുടെ ജാതകത്തിലുണ്ടെന്ന് നീ അറിഞ്ഞു. അപ്പൊ ആ ദോഷം സ്വാതിക്ക് സംഭവിച്ചോട്ടെ എന്ന് നീ വിചാരിച്ചു. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്, ഒരു സർജറി വേണ്ടി വരും. ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസസ്മെന്റിൽ എത്താൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയ സർജറിയാണ്, പ്രാർത്ഥിക്കും. സർ, ഇതിലൊന്ന് ഒപ്പിടണം. മോളിപ്പെട്ടു.
എന്താ ഗിരി? ആരാടി നീലിനെ ഈ പരുവത്തിലാക്കിയത്? ആ എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഇല്ല. വേദയുടെ വീട്ടുകാരല്ലേ ഇത് ചെയ്യിപ്പിച്ചത്? അത് ഞാൻ എങ്ങനെ അറിയാനാ? അഭിനയിച്ചത് മതിയടി. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ നീ. നിനക്ക് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നില്ലേ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഗിരി? നമ്മുടെ നീലിനെ തൊടാൻ ഞാൻ ആരെങ്കിലും അനുവദിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എന്തായി പോയിട്ട്? നീലിനെ കണ്ടോ? കാണിച്ചില്ലല്ലേ? അതറിയാവുന്നോണ്ടാ പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ കേട്ടില്ല. ഇപ്പൊ പോയി നാണം കെട്ടപ്പോ തൃപ്തിയായല്ലോ. നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചതുകൊണ്ടാ എനിക്ക് നാണം കെടേണ്ടി വന്നത്. നിങ്ങളാ എന്റെ ജീവിതം തകർത്തത്. വേദേ, അച്ഛനോടാ നീ സംസാരിക്കുന്നത്, അത് മറക്കരുത്. അച്ഛൻ മക്കളോട് സ്നേഹമില്ലാത്ത ഇയാളാണോ അച്ഛൻ? നീലിനെ വെട്ടി വീഴ്ത്തിയിട്ട് എന്ത് നേടി? എന്റെ കണ്ണീരോ? നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചില്ലടി ഇതൊക്കെ. മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇപ്പോഴും ജയിച്ചു എന്ന് അഹങ്കരിക്കേണ്ട ആരും. നീലിനെ മറക്കാൻ ഞാൻ തയ്യാറല്ല. നീ തയ്യാറല്ല, പക്ഷെ അവനോ? അവന്റെ തീരുമാനം എന്താന്ന് അറിഞ്ഞോ നീ? നീൽ എന്നെ തള്ളി പറയില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല മോളെ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നോ? അപ്പൊ അവിടെ ആരുണ്ട്? സ്വാതി. ഓ, അവളെ മാത്രം നിർത്തിയിട്ട് പോന്ന എങ്ങനെയാ വല്യമ്മേ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. നീലിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നല്ല നിനക്ക് അറിയേണ്ടത്. എന്തിന് സ്വാതിയെ നിർത്തി ഞങ്ങൾ തിരിച്ചു പോന്നു എന്നറിയണം, അതല്ലേ? നീലിന് കുഴപ്പമില്ലാത്തോണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. ആണല്ലോ. എന്നാ അതേ കാരണം കൊണ്ട് തന്നെ സ്വാതിയെ അവിടെ നിർത്തിയിട്ട് പോകുന്നതും. ഓ, അവള് മിടിക്കല്ലേ? അവളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഓ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. അവൾക്ക് എഴുത്തും വായന വല്ലതും അറിയോ? അതിനത് കോളേജല്ല, ആശുപത്രിയാ. ഓ, ഈ വല്യമ്മയ്ക്ക് ഒരു വക അറിയത്തില്ല. എന്താ നിന്റെ പ്രശ്നം? മനസ്സിലായില്ലേ? സ്വാതിയെ ബൈസ്റ്റാൻഡായിട്ട് നിർത്തിയത് ഇവക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. അതിന് കാരണമുണ്ട് വല്യച്ച. അതറിയാം, അസൂയ. അസൂയ അല്ലേ വല്യമ്മേ? അതെ, നീ ഇപ്പം വേദയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നീൽ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് ചാച്ചി? ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, എന്റെ ആറ്റുകാലമ്മച്ചിയുടെ അനുഗ്രഹം. നീലിനെ സ്വാതി ആശുപത്രിയിൽ എത്തിക്കുമ്പോ മരിക്കുന്നുള്ള അവസ്ഥയിലായിരുന്നു അവൻ. എത്തിക്കാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. പറഞ്ഞേക്ക് നിന്റെ വേദയോട്, ഒന്നും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ലെന്ന്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് വേണ്ട വിധം നടന്നില്ലെങ്കിൽ തിരിച്ചു ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. വല്യമ്മേ, വേദ നിരപരാധിയാണ്. വേണ്ട, നീ അവളെ ഇനി ന്യായീകരിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പെണ്ണിനെയാണല്ലോ നീൽ ഇത്രയും കാലം സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോ അത്ഭുതം തോന്നുക. വേദ എവിടെ നിൽക്കുന്നു, സ്വാതി എവിടെ നിൽക്കുന്നു? സ്വാതിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള അർഹത പോലും വേദയ്ക്കില്ല. അതുകൊണ്ട് ആ പേര് നീ ഇവിടെ ഉച്ചരിച്ച തല്ലി കൊല്ലി ഞാൻ. വേദ തീർന്ന്, ഇനി സ്വാതിയെ പിറകാലാണ്. കാലമല്ല കലം. ഒന്ന് പോ പെണ്ണുപിള്ള. ഒരഭിപ്രായക്കാരി വന്നിരിക്കുന്നു. വേദയുടെ വീട്ടുകാർ കാണിച്ച ഒരു ആന മണ്ടത്തരം അറ്റാക്ക് എന്ന് വെച്ചിട്ട് അതിന്റെ പേരിൽ ആരെങ്കിലും വേദയെ തെറിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ. ഈ ഞാനുള്ളിടത്തോളം കാലം അതിനാരെയും സമ്മതിക്കില്ല. പിന്നെ നിന്റെ സമ്മതം വാങ്ങിയിട്ടില്ല അവർ ഓരോന്ന് ചെയ്യണം. പോണേ. എന്താ? അല്ല, വെളിയില് മേഘങ്ങളുണ്ട്, ചിലപ്പോ ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയായിരുന്നു. എനിക്കൊരു പരാതിയില്ല. നീ ഇങ്ങനെ അടുത്തുള്ളപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഞാൻ അടുത്തുണ്ട്, തൊട്ടടുത്ത്.